അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജുമുഅയുമായി ബന്ധപ്പെട്ട് രണ്ട് ബാങ്കുകൾ ഉണ്ടല്ലോ. ഈ രണ്ട് ബാങ്ക് എങ്ങനെ വന്നതാണ്? രണ്ട് ബാങ്ക് വിളിക്കൽ സുന്നത്താണോ ബിദ്അത്താണോ? നാം മനസ്സിലാക്കേണ്ടത്, ജുമുഅ ദിനവുമായി ബന്ധപ്പെട്ട്, ജുമുഅ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ലുഹറിന്റെ നേരത്തുള്ള ആ ജുമുഅയുടെ സമയത്തുള്ള ബാങ്ക് ഒരു ബാങ്കേ ഉള്ളൂ. അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബാങ്ക് ശർഇന്റെ ഭാഗമായ ബാങ്കല്ല. അത് പ്രത്യേകമായി പ്രതിഫലമുള്ള ബാങ്കുമല്ല, കേവലം ഒരു അലാമത്ത് മാത്രമാണ്. എന്നാൽ ജുമുഅയുടെ ഇമാമ് മിമ്പറിലേക്ക് കയറുന്ന സമയത്തുള്ള ബാങ്കാണ് സുന്നത്തായ ബാങ്ക് എന്ന് പറയുന്നത്. നമുക്ക് സഅദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം കാണാൻ കഴിയും. കാന നിദാഉ യൗമുൽ ജുമുഅത്തി അവ്വലുഹു ഇദാ ജലസൽ ഇമാമു അലൽ മിമ്പരി അലാ അഹദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമാ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഒരൊറ്റ ബാങ്ക് മാത്രമേ വെള്ളിയാഴ്ച ജുമുഅക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് ഇമാമ് മിമ്പറിലേക്ക് കയറുന്ന സമയമാണ്. ഫലമാ കാന ഉസ്മാൻ റളിയല്ലാഹു അൻഹു വകസുറന്നാസ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം എത്തിയപ്പോൾ ജനങ്ങളുടെ എണ്ണം കൂടി. ആ സമയത്ത് വെള്ളിയാഴ്ച ഇമാം മിമ്പറിലേക്ക് കയറുന്ന സമയത്തുള്ള ബാങ്കിന് പുറമെ മറ്റൊരു ബാങ്ക് കൂടി അദ്ദേഹം വിളിച്ചു. കാരണം ജനങ്ങൾക്ക് പള്ളിയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അതാവട്ടെ സൗറാ എന്ന് പറയുന്ന ഒരു അങ്ങാടിയിൽ വെച്ചാണ് വിളിച്ചത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ടാം ബാങ്ക് എന്നുള്ളത് ഒരു സുന്നത്തായ ശർഇന്റെ ഭാഗമായൊരു ബാങ്കായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തതല്ല. ആ ബാങ്കിന് പ്രതിഫലമുണ്ടെന്നോ അത് എല്ലാവരും നിർബന്ധമായും ചെയ്യണമെന്നോ എന്നൊരു വാദവും അദ്ദേഹത്തിനില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരെ ഒറ്റ ബാങ്കായിരുന്നു. ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ സൗറ എന്ന അങ്ങാടിയിൽ വെച്ചുകൊണ്ട് ബാങ്ക് വിളിച്ചു. അത് അങ്ങാടിയിൽ വെച്ചാണ് ബാങ്ക് വിളിച്ചത്, പള്ളിയിലുമല്ല. ചുരുക്കി പറഞ്ഞാൽ, ജനങ്ങളെ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ഒരുക്കാനും നേരത്തെ പള്ളിയിൽ വരാനും ഒക്കെയായിട്ട് ആളുകൾക്കൊരു സൂചന എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ബാങ്കിന് ശേഷം പിന്നൊരു ബാങ്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ന് കൃത്യമായി സമയം അറിയുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതേപോലെ ഈ ചർച്ചയിൽ നമുക്ക് കാണാം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഉഹിബ്ബു അൻ യകൂനൽ അദാനൽ യൗമൽ ജുമുഅത്തി ഹീന യദ്ഖുൽ ഇമാമുൽ മസ്ജിദ് വയജ്ലിസു അലാ മൗളിഇഹി അല്ലദി യഖ്തുബു അലൈഹി ഖശബുൻ. അതായത് ഇമാമ് മിമ്പറിലിരിക്കുന്ന സമയത്തുള്ള ബാങ്കാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതിനാണ് തെളിവുള്ളത്. എന്നാൽ വഖദ് കാന അത്താ യുൻകറു അൻ യകൂന ഉസ്മാൻ അഹ്ദസുഹു വയഖൂല അഹ്ദസുഹു മുആവിയ വല്ലാഹു അലം. ഈ രണ്ടാം ബാങ്ക് ഉണ്ടാക്കിയത് മുആവിയാണോ അതോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ എന്നുള്ള വിഷയത്തിൽ പോലും അത്താ റളിയല്ലാഹു അൻഹുവിന് തർക്കമുണ്ട്. വയ്യുഹുമാ കാന ഫൽ അംറുല്ലദി അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണെങ്കിലും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണെങ്കിലും ഒന്നാം ബാങ്ക് അഥവാ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായിരുന്ന, അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായിരുന്ന ഇമാമ മിമ്പറിലേക്ക് പ്രവേശിക്കുന്ന സമയത്തുള്ള ആ ബാങ്ക്, അതാണ് എനിക്കിഷ്ടമെന്ന് സാക്ഷാൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായമായി അൽ ഉമ്മിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് രണ്ടാം ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.